ബ്ലോഗർ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ കൂട്ടുകാരനും തൂങ്ങി മരിച്ച നിലയിൽ സന്തോഷാണ്. ബ്ലോഗർ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ കൂട്ടുകാരനും തൂങ്ങി മരിച്ച നിലയിൽ കാസർഗോഡ് മഞ്ഞപ്പാടി സ്വദേശി സന്തോഷാണ് മരിച്ചത്. രേഷ്മയും സന്തോഷും ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. യുവതിയുടെ മരണത്തിൽ സന്തോഷ് മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് വിവരം. ഇന്ന് സന്തോഷല്ല, സന്ദേശ് എന്നാണ് പുള്ളിക്കാരന്റെ പേര്. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പേ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു രേഷ്മ പുള്ളിക്കാരി സൂയിസൈഡ് ചെയ്ത രീതിയിൽ നമുക്കൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ അധികം എടുത്തില്ല. അന്ന് പല ആൾക്കാരും സംസാരിച്ചപ്പോഴത്തേനും അല്ലെ പല വാർത്താ ചാനലിലും വന്നപ്പോഴത്തേനും പുള്ളിക്കാരി ഭർത്താവിനെ വിട്ട് സുഹൃത്തിന്റെ കൂടെ താമസിക്കുന്നത്. ഈ പുള്ളിക്കാരിയുടെ ഭർത്താവ് ഈ പുള്ളിക്കാരിയുമായിട്ട് പിരിഞ്ഞ് പെൺ സുഹൃത്തുമായിട്ട് താമസിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ആൺ സുഹൃത്തിലേക്ക് അന്വേഷണം നീളുകയും ഈ ആൺ സുഹൃത്താണോ ഇനി പ്രശ്നക്കാരൻ, ഇവര് തമ്മിലുള്ള അപ്പുറം ഇപ്പുറമൊക്കെ തിരക്കിയപ്പോഴത്തേന് ഇവര് തമ്മിൽ ഭയങ്കര വഴക്കാണ്, അടിയാണ്, പിടിയാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോ ആ പെൺ സുഹൃത്ത് പോയതുപോലെ തന്നെ ആൺ സുഹൃത്തും ഭൂമി വിട്ടുപോയി. നമുക്ക് ആ വാർത്തയൊന്നും കേൾക്കാം. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ ആദ്യം ഇത് എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. നമുക്കെല്ലാം വാർത്ത കേൾക്കാം. ബ്ലോഗർ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ കൂട്ടുകാരനും തൂങ്ങി മരിച്ച നിലയിൽ കാസർഗോഡ് മഞ്ഞപ്പാടി സ്വദേശി സന്തോഷാണ് മരിച്ചത്. രേഷ്മയും സന്തോഷും ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. യുവതിയുടെ മരണത്തിൽ സന്തോഷ് മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് വിവരം. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്കറിയാം കാസർഗോഡ് ഈ ചിന്നു പാപ്പു എന്ന് വിളിക്കുന്ന ബ്ലോഗർ രേഷ്മ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സ്വന്തം താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ചത്. അതിനുശേഷം ഈ രേഷ്മയോടൊപ്പം താമസിച്ചിരുന്ന കൂട്ടുകാരനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കാസർഗോഡ് മഞ്ഞപ്പാടി സ്വദേശി സന്ദേശ് 20 വർഷം പിന്നീട് അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. അത് വിട്ടയാന്ന് തോന്നുന്നു. സന്ദേശ് എന്നാണ് പേര്. പുള്ളിക്കാരനും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇവര് രണ്ടും ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ ആ വീട്ടില് അയൽവാസികളോടൊക്കെ ചോദിച്ചപ്പോഴത്തേനും ഇവർക്കിടയിൽ എപ്പോഴും അടി, വഴക്ക്, ഇടി, ബഹളമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ചിന്നു പാപ്പു ഓൾറെഡി മാരീഡ് ആണ്. പുള്ളിക്കാരിക്ക് ഒരു മകനുണ്ട്, മകനാണെന്ന് തോന്നുന്നു, ഒരു കുഞ്ഞുണ്ട് എന്തായാലും. ഇപ്പൊ ആ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് അവരുടെ അന്നേരത്തെ ഒരു ദേഷ്യപ്പുറത്ത് പോയത്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ലായിരുന്നു. പ്രതികരിക്കാത്തതിന്റെ കാരണം മെച്യൂരിറ്റി ഇല്ലാത്ത ആൾക്കാർ കുറെ തീരുമാനങ്ങൾ വാരിപ്പെറുക്കിയെടുക്കും. 19-ാം വയസ്സിൽ 21-ാം വയസ്സിൽ ആ പെണ്ണിന്റെ 19-ാം വയസ്സിൽ ചെറുക്കൻ 21-ാം വയസ്സിൽ കല്യാണം കഴിക്കുക, അവന്റെ കൂടെ ജീവിക്കുക എന്ന ഒറ്റ ലക്ഷ്യമായിട്ട് ഇറങ്ങിത്തിരിക്കും. അതിനുശേഷം ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴത്തേനും അത് എങ്ങനെ നേരിടണം, എങ്ങനെ അതിനെ കോർണർ ചെയ്യണം നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. അത്രേ ഉള്ളൂ, പിടിച്ചു തൂങ്ങുക, അല്ലെ അടുത്തവനെ കാണുക, അവന്റെ കൂടെ പോയി. ഇതാണ് സാധനം. ഇതിനകത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഈ ചിന്നു പാപ്പു രേഷ്മ മാരീഡ് ആണ്. നിയമപരമായി വിവാഹ ബന്ധം വിച്ഛേദിച്ചിട്ടില്ല, അവർ ഡിവോഴ്സ് ആയിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പെൺകുട്ടി ഒരു ആൺ സുഹൃത്തിന്റെ കൂടെ പോയി ലിവിങ് ടുഗദർ. ഈ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവ്, നിയമപരമായിട്ടുള്ള ഭർത്താവ്, ബന്ധം വേർപിരിഞ്ഞിട്ടില്ല, ഡിവോഴ്സ് ആയിട്ടില്ല, പെൺ സുഹൃത്തിന്റെ കൂടെ പോയി. ഇതാണ് ഇതുങ്ങൾ കാണിച്ച മെച്യൂരിറ്റി. ഈ വിഷയങ്ങളെ കുറിച്ചിട്ട് ഒരാളെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നെഗറ്റീവ് പറയണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ സാമാനം എടുക്കാതിരുന്നത്. അങ്ങനെ സമയത്താണ് നമ്മളിപ്പോ സന്ദേശം ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഈ ചിന്നു പാപ്പുവിനെ ഇഷ്ടപ്പെടുന്നവർ ദയവ് ചെയ്ത് എന്റെ വീഡിയോ കാണാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ആയിരിക്കില്ല ഞാൻ പറയാൻ പോകുന്നത്. ബാക്കിയല്ല. പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രേരണ കുറ്റമൊന്നും നിലനിൽക്കുന്ന അല്ലാന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിട്ടേക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഈ രേഷ്മ മരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വലിയ ഒരു മാനസിക സംഘർഷത്തിലായിരുന്നു ഇയാൾ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്കാണ് സ്വന്തം വീട്ടിലെ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉളിയത്തടുക്കയിലെ വാടക വീട്ടിലാണ് രേഷ്മയും ഈ സന്ദേശം ഒരുമിച്ച് താമസിക്കുന്നത്. നേരത്തെ രേഷ്മ വിവാഹിതയായിരുന്നു, ഒരു കുട്ടിയുണ്ട്. അതിനുശേഷമാണ് ആ വിവാഹമോചനത്തിന് ശേഷമാണ് ഇപ്പോൾ സന്ദേശിനോട് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത്. ഈ പോലീസ് നേരത്തെ അന്വേഷണം നടത്തി വിവാഹമോചനത്തിന് ശേഷം എന്നാണ് ഇവർ പറയുന്നത്. അവര് വിവാഹം നിയമപരമായി വേർപെട്ടിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതൊക്കെ നമുക്ക് വരാട്ടോ, വേറെ ആളുടെ ഒക്കെ ഞാൻ കാണിക്കാം. സന്ദേശ് ഈ രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് പോലീസ് കണ്ടെത്തിയത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇവർ തമ്മിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഒരുമിച്ച് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ മാത്രമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. സന്ദേശിന്റെ ഫോണും രേഷ്മയുടെ ഫോണും ഒക്കെ ഇപ്പോൾ ഫോറൻസിക് പരിശോധന അടക്കം വിശദമായ അന്വേഷണത്തിന് വേണ്ടി അയച്ചിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളൊക്കെ ഇനി ലഭ്യമാകുന്നേ ഉള്ളൂ. പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തതിനു ശേഷം തന്നെ മാതാപിതാക്കളോടൊപ്പമാണ് സന്ദേശിന് അന്ന് പറഞ്ഞയച്ചിരുന്നത്. കാരണം അന്ന് തന്നെ ഈ രേഷ്മ മരിച്ചതിലുള്ള ഒരു ദുഃഖം, വലിയൊരു മാനസിക ആഘാതത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും വിശദമായി തന്നെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കേണ്ടത്. ഏതായാലും ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ബന്ധുക്കളെല്ലാം തന്നെ ഇപ്പോൾ ഈ കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലുണ്ട്. ഇന്ന് തന്നെ ഓക്കെ, അപ്പോ ഇതാണ് ഇതിനകത്തെ ഒരു പ്രധാന സംഭവം. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രേഷ്മയുടെ ചിന്നു പപ്പുവിന്റെ നാട്ടുകാരിയാണ് നമ്മുടെ ഹെലനോസ് പേട്ട.
ഈ ചിന്നു പാപ്പു മരിച്ച ദിവസം, അതായത് ഇന്നേക്ക് ഒരു 7 ദിവസം മുമ്പ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഹെലൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയ്ക്കകത്ത് ഹെലൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് വരാം, അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പേ ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യം, ഈ ചിന്നു പാപ്പു കല്യാണം കഴിച്ചത് 19 വയസ്സിലാണ്. അന്നേരം കല്യാണം കഴിച്ച ചെറുപ്പക്കാരന് 21 വയസ്സ്. നിയമപരമായിട്ട് നമ്മുടെ നാട്ടിൽ വിവാഹം കഴിക്കാൻ പെണ്ണിന് 18 വയസ്സും ചെറുക്കൻ 21 വയസ്സും മതി. ആ ഒരു സമയത്താണ് ഇവർ കല്യാണം കഴിക്കുന്നത്. ആ ഒരു ഏജ് നമ്മുടെ നാട്ടിൽ ഫിക്സ് ചെയ്തതിന്റെ കാരണം ആ സമയത്താണ് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാകുക, മെച്യൂരിറ്റി ഉണ്ടാകുക എന്നൊക്കെ ചിന്തിച്ചിട്ടാണ്. ബേസിക്കലി ആ ഒരു സമയത്ത് ഇവരുടെ മെച്യൂരിറ്റിയുടെ മേന്മയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 19 വയസ്സിൽ കല്യാണം കഴിക്കുന്നു, ചടപടയുന്ന ഒരു കുഞ്ഞാവുന്നു. കുഞ്ഞ് ഉണ്ടായതിനു ശേഷം ഇയാളെ വേണ്ടാന്ന് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അയാള് ഈ പെണ്ണിനെ വേണ്ടാന്ന് ചിന്തിക്കുന്നു. നിയമപരമായിട്ട് ഇവര് വിവാഹബന്ധം വേർപ്പെടുന്നു, അല്ലെങ്കിൽ വേർപെടാതിരിക്കുന്നു. മറ്റൊരു ആൺ സുഹൃത്തുമായിട്ട് പോകുന്നു, മറ്റൊരു പെൺ സുഹൃത്തുമായിട്ട് പോകുന്നു. അവരെപ്പുറം ഇപ്പുറം ലൈഫ് സെറ്റ് ആവുന്നു. അത് നല്ല രീതിക്ക് പോയിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു. അപ്പൊ അവിടെയും പ്രശ്നങ്ങളാവുന്നു. ആ പ്രശ്നങ്ങളുടെ പുറകെ ആള് കയറി സൂയിസൈഡ് ചെയ്യുന്നു. ഇതാണ് സംഭവം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ചിന്തിച്ച് ബുദ്ധിപൂർവ്വം എടുക്കുക. ആ ചിന്നു പാപ്പു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഭൂമിയിൽ നിന്ന് പോയി, ഈ ഒരു വ്യക്തിയും ഭൂമിയിൽ നിന്ന് പോയി, ഈ സന്ദേശം എന്ന് പറയുന്ന വ്യക്തിയും ഭൂമിയിൽ നിന്ന് പോയി. ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഇവരുടെ ഈ ചിന്നു പാപ്പുവിന്റെ വിവാഹത്തിലുണ്ടായിരുന്ന കുട്ടി ഇപ്പോ അനാഥനായി നിൽക്കുകയാണ്. ഈ അപ്പൻ ഏറ്റെടുക്കോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയാൻ പാടില്ല, എന്തിനാണ് സംഭവം എന്ന് അറിയാൻ പാടില്ല. അതിന്റെ ഭാവിയാണ് നിങ്ങളുടെ ഇമാതിരിയുള്ള കാരണം ആയിട്ട് നഷ്ടപ്പെടുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഹെലൻ പറഞ്ഞൊരു സംഭവം ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. ഇപ്പം ചിന്നു പാപ്പു ഈ പറയുന്ന എക്സ് ഹസ്ബൻഡുമായിട്ട് ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. അവര് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അവര് ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളൂ. അപ്പോ ഡിവോഴ്സിന്റെ കേസ് നടക്കെ ഇയാള് ഒരു പെണ്ണിന്റെ കൂടെ പോവുകയും ആ പെണ്ണ് ഒരു ആണിന്റെ കൂടെ പോവുകയും ചെയ്തു. ഇത് നിയമപ്രകാരമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേനും ഇതിന് എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഭർത്താവ് ലീഗലി ഭർത്താവ് ഇരിക്കെ മറ്റൊരാളുടെ കൂടെ, ലീഗലി ഭാര്യ ഇരിക്കെ മറ്റൊരാളുടെ പോയി. ഇതിന് എന്ത് പേരിട്ടാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇതിനെ വിളിക്കുന്നത്? അത്രയ്ക്ക് പോലും ബോധമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കുഞ്ഞു പ്രായത്തിൽ ഇവരെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. വർഷങ്ങാനായിട്ടാണ് ഈ സന്ദേശ് എന്ന് പറയുന്ന ആളുടെ കൂടെ ചിന്നു ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ 1.5 വർഷം 1 വർഷം അങ്ങനെ എന്തോ ആണ് ഇവരിപ്പം ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഡിവോഴ്സിനും കാര്യങ്ങൾക്കൊക്കെ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോ എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അങ്ങനെ ഇവരിപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. മെസ്സേജസുകൾ അയച്ചതിന്റെ പേരിലും അല്ലെങ്കിൽ എന്നെ ഫോൺ വിളിച്ച് ചില ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ ഏതാണെന്നൊക്കെയുള്ളത്. ഇവർ കല്യാണം കഴിഞ്ഞിട്ട് ചിന്നു പാപ്പു കല്യാണം കഴിഞ്ഞ് താമസിച്ചിരുന്ന സെയിം വാടക വീട്ടിലാണ് ഈ പറയുന്ന ആൺ സുഹൃത്ത് എന്ന് പറയപ്പെടുന്ന സന്ദേശ് എന്നാണ് തോന്നുന്നു പേര്, സന്ദേശുമായിട്ട് ഇപ്പം താമസിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അയൽവാസികളൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറച്ചൊരു 4-5 ദിവസമായിട്ട് അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുകയാണ്. ഈ സന്ദേശിന്റെ വീട്ടുകാർ വന്ന് സ്ഥിരമായിട്ട് അവിടെ പ്രശ്നമാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ബന്ധം, സന്ദേശിന്റെയും രേഷ്മയുടെയും ഈ ബന്ധം അവർക്ക് തീരെ താല്പര്യമില്ല. ഓക്കെ, അവർക്കിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. വീട്ടുകാർ വന്ന് സംസാരിക്കുന്നു, അപ്പൊ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇവർ തമ്മിൽ സംസാരമായിട്ടുണ്ടാവാം. ഇവര് ലീഗലി മാരീഡ് അല്ല, ലിവിങ് റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ നിയമപരമായിട്ടൊരു ബൗണ്ടറി ഇല്ല. ഈ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന ലിവിങ് റിലേഷൻഷിപ്പിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എനിക്ക് എന്നോട് വലിയ താല്പര്യമില്ല. അത് എന്റെ പേഴ്സണൽ തീരുമാനമാണ്, എന്റെ പേഴ്സണൽ ഡിസിഷനാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടാവും, താല്പര്യമില്ലാത്തവരുണ്ടാവും. അപ്പോൾ നിയമപരമായിട്ടൊരു ബൗണ്ടറി ഇല്ലാതിരിക്കെ പലതരത്തിലുള്ള നിയമപരമായ സംരക്ഷണവും ഇമാതിരി സാധനങ്ങൾക്ക് ലഭിക്കില്ല. ഇനി നിങ്ങൾ നോക്കുമ്പോഴത്തേനും നിങ്ങൾ ഒരു ചെറുപ്പക്കാരനെ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു പെൺകുട്ടിയെ കാണുന്നു. ആ പെൺകുട്ടിയിലോ ചെറുപ്പക്കാരിലോ ആകൃഷ്ടനാവുന്നു, അവന്റെ കൂടെ പോകുന്നു, അവനുമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു. അത് സെറ്റായില്ല, വിട്ടിട്ട് മറ്റൊരാളിലേക്ക് പോകുന്നു. ഓക്കെ, ഫൈൻ. പക്ഷെ അതിനെല്ലാം നിയമപരമായിട്ടുള്ള ഒരു സംരക്ഷണം തീർക്കാനായിട്ട് ശ്രമിക്കുക, വിവാഹ ബന്ധത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇവനുമായിട്ട് കല്യാണം കഴിച്ചു, ഇവന് അല്ലെങ്കിൽ ഇവളുമായിട്ട് കല്യാണം കഴിച്ച് ഇത് സെറ്റായില്ല, ഉടനെ അടുത്ത ആളെ കണ്ടു അയാളുടെ കൂടെ ഓടിപ്പോയി. ഇതൊരു ശരിയായ പ്രവണതയല്ല. ഇതൊന്നും ചിന്നു പാപ്പുവിലോ അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൺ സുഹൃത്തിലോ അവിടെ പോയ പെൺ സുഹൃത്തിലോ ഒന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല. ഇനി ഹെലൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ നമുക്ക് കേൾക്കാം. ഈ ചിന്നു പാപ്പുവിന്റെ ഹസ്ബൻഡ് സ്റ്റിൽ ഒരു ഹസ്ബൻഡ് തന്നെയാണ്. കാരണം മ്യൂച്വലി ഡിവോഴ്സ് ആയിട്ടില്ല, ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. അപ്പം അവരും എനിക്ക് തോന്നുന്നു ഇപ്പം ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരു കുട്ടി ആയിട്ട് ഇപ്പം കമ്മിറ്റഡ് ആയിട്ടുണ്ട്. വിളിച്ചു കൊണ്ടുവരുമോ അല്ലെങ്കിൽ ഒളിച്ചോടി വരികയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. 19ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു ഇവർ കല്യാണം
ഓക്കെ, സംഭവം ശുഭം, ഇതൊക്കെയാണ് ഇതിനകത്തേക്ക് സംഭവിച്ചിരിക്കുന്ന സാധനങ്ങൾ. ബേസിക്കലി ഈ കേസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു വിഷയങ്ങളൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് ചിന്തിക്കാത്തതിന്റെ പ്രശ്നമാണ് ഇതിനകത്തൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന, എന്റെ ഈ വീഡിയോ കാണുന്ന എത്ര പേര് അതികഠിനമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, മറ്റ് ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. ഉടനെ നമ്മൾ ചാടിക്കയറി സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സൂയിസൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു ശരിയായ സാധനമല്ല എന്നുള്ള സാധനം ഞാൻ പറയാൻ നിങ്ങൾക്ക് തന്നെ അറിയാലോ. നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ കാണിക്കുന്ന ധൈര്യം വേണ്ട മുന്നോട്ട് ജീവിക്കാനായിട്ട്. അത് ജീവിച്ച് അതിനെതിരെ നിൽക്കാനുള്ളതിന് ചാടിക്കേറി തൂങ്ങി പരിപാടി തീർന്നു. നഷ്ടം ആർക്കാ? ആ ഒരു കൊച്ചിനും ആ തന്തയ്ക്കും തള്ളയ്ക്കും. വേറെ ആർക്കിനകത്ത് നഷ്ടം വന്ന്? ഇപ്പൊ ഈ സന്ദേശിച്ചാണല്ലോ അപ്പനും അമ്മയ്ക്കും നഷ്ടം. വേറെ ആർക്ക് നഷ്ടം വന്നു? ഇവര് തമ്മിൽ ഒരു കാലത്തും ഇനി ഈ രണ്ട് കുടുംബങ്ങൾ, അല്ലെങ്കിൽ ഈ സന്ദേശിന്റെ കുടുംബവും അല്ലെങ്കിൽ ഈ ചിന്നിപ്പാപ്പന്റെ കുടുംബവും കൂടെ ഒന്നിക്കാൻ പോകുന്നില്ല. ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്കറിയില്ല. എന്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ പലതരത്തിലുള്ള കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട്. നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കൗൺസിലിംഗുകളുണ്ട്. തികച്ചും ഫ്രീ ആണ്. നിങ്ങൾക്ക് ഫോണിൽ കൂടെ വിളിച്ച് സംസാരിക്കാൻ, നിങ്ങളുടെ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്തത്തില്ല. അത്തരം സേവനങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. ചാടിക്കേറി ഒന്ന് പറഞ്ഞ് രണ്ടിന് ഞാൻ കയറി തൂങ്ങി തീർന്നു എന്നുള്ള പരിപാടിയിലേക്ക് പോകാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ഒരുത്തനെ കണ്ടു അവനിലേക്ക് പോയി, മറ്റൊരുത്തനെ കണ്ടു അവനിലേക്ക് പോയി, മറ്റൊരുത്തനെ കണ്ട് അവനിലേക്ക് പോയി ചെയ്യാതിരിക്കുക. ആൺകുട്ടികളാണെ അവളെ കണ്ടു അവൾ സൂപ്പർ, അവളുടെ കൂടെ പോയി, ഇവളെ കണ്ട് അവൾ സൂപ്പർ, അങ്ങനെ പോകാതിരിക്കുക. ഇവരങ്ങനെ പോയതാണ് പ്രശ്നം എന്നല്ല ഞാൻ പറയുന്നത്. ഇവരുടെ പ്രായത്തിന്റെ പക്വതയില്ലായ്മ കൊണ്ട് സംഭവിച്ചാണെന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിന്റെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളും റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ പുറത്തു വരട്ടെ. വളരെ സന്തോഷമായിട്ടുള്ള റീലുകൾ നമുക്ക് മുമ്പിലേക്ക് തന്ന ചിന്നിപ്പാപ്പുവാണ് വിട്ടുപോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചെറുപ്പക്കാരൻ ആ ഒരു മനോവിഷമത്തിൽ പോയിട്ടുണ്ട്. അപ്പൊ അവർക്കിടെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് വന്ന് അവസാനിച്ചത്. ഈ വിഷയങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെച്ചേക്കാം.